സോ ഹേ എവരിവൺ, ഐ ആം യു ഹ്യൂമൻ. അപ്പോൾ നടിപ്പിൻ നായകൻ സൂര്യയുടെ ബർത്ത്ഡേ ആണിത്. ആൻഡ് ഇന്ന് പലതരത്തിലുള്ള അപ്ഡേറ്റ്സ് പുറത്തു വരുന്നത് നമുക്കറിയായിരുന്നു. സോ ഇന്നൊരു ഡബിൾ ട്രീറ്റാണ് സൂര്യയുടെ ബർത്ത്ഡേക്ക് തന്നിരിക്കുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സൂര്യ 44ൻ്റെ ഭാഗത്തുനിന്ന് ഒരു ടീസർ വന്നിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് അപ്ഡേറ്റ് വാസ് സൂര്യ ശിവ കോമ്പോയിൽ ഒരുങ്ങുന്ന കഗുവ പടത്തിൻ്റെ ഫയർ സോങ് അങ്ങനെ പുറത്തു വിട്ടേക്കാണ്. സോ സംഭവം എന്തായാലും ഒരു നെറ്റിപ്പൻ ഐറ്റം തന്നെയാണ് മോനെ DSPയുടെ ഭാഗത്ത് നിന്ന് വന്നേക്കണേ. പുഷ്പ സോങ് കേട്ടപ്പോൾ ഞാൻ ഇതും കൊണ്ടേ കളയുമെന്ന് വിചാരിച്ചത്. ബട്ട് സംഭവം ക്ലാസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഫയർ സോങ് നമുക്കൊരു അറ്റത്ത് നിന്ന് ഡീകോഡ് ചെയ്ത് തുടങ്ങാം. സോ ഫയർ, എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ പാട്ടിന് ഫയർ സോങ് എന്ന് പേരിട്ട് കൊടുത്തത്? ആൻഡ് ഈ പാട്ടിൽ ഏറ്റവും കൂടുതൽ മേജറായിട്ട് കാണിക്കുന്നതും തീനെ തന്നെയാണ്. അതിന് കാരണം ഈ ഫയർ സോങ് എന്ന് പറയുന്നത് തീനെ പ്രാർത്ഥിക്കുന്ന ഒരു ടൈപ്പ് സോങ് ആണ്. ആൻഡ് ഈ പാട്ടിലെ ഭൂരിഭാഗം ലിറിക്സും ബേസ് ചെയ്തിരിക്കുന്നത് ഫയറിനെ തന്നെയാണ്. ബട്ട് സാധാ തീയല്ല മോനെ, കാട്ടുതീ. അതായത് ഒരു കാടിന് തീ പിടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് ഈ പാട്ടിലൂടെ അല്ലെങ്കിൽ ഈ ലിറിക്സിലൂടെയൊക്കെ വിവേക് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു കാടിന് കാട്ടുതീ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം അത് ബാധിക്കുന്നത് അവിടുത്തെ ജീവജാലങ്ങളെ ആയിരിക്കും. അതായത് സാധാരണ അവർക്കുണ്ടാകുന്ന ഒരു ബിഹേവിയർ ആയിരിക്കില്ല കാട്ടുതീ പിടിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നത്. ആൻഡ് ഇത് മൃഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യന്മാരുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. ആൻഡ് ഇനി മേജറായിട്ട് എടുത്ത് പറയേണ്ടത്, ഈ പാട്ട് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അവരുടെ ക്ലാനിനെ പറ്റിയാണ്. ഇതിനുശേഷം മെയിനായിട്ട് വരുന്നൊരു ചോദ്യമാണ്, ഈ പാട്ട് എവിടെയായിരിക്കും പ്ലേസ് ചെയ്യാൻ പോകുന്നത്? ആൻഡ് അതിന് ഒറ്റ ഉള്ളൂ, ഇതൊരു സെലിബ്രേഷൻ സോങ് ആണ്. അതായത് ഒരു വാറിന് ശേഷമോ ഒരു വാർ കഴിഞ്ഞോ ഉള്ളൊരു സെലിബ്രേഷൻ സോങ്. ആൻഡ് ഇനി ചോദിക്കുകയാണെങ്കിൽ ഇത് വാറിന് ശേഷമാണോ വാർ കഴിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇൻ മൈ വ്യൂ പോയിന്റ് പലതരത്തിലുള്ള വെപ്പൺസ് ഇവർ മൂർച്ച കൂടുന്നത് പോലെ പല സീൻസിലും കാണിക്കുന്നുണ്ട്. സോ ഇത് വാറിന് മുൻപുള്ള ഒരു സെലിബ്രേഷൻ സോങ് ആണ്. ആൻഡ് നമ്മൾ വീണ്ടും തിരിച്ച് ഈ ക്ലാനിനെ പറ്റി നോക്കുകയാണെങ്കിൽ, ഈ ക്ലാന് ദൈവത്തെ പോലെ ആരാധിക്കുന്നത് തീനെയാണ്, അതായത് ഫയറിനെയാണ് ഇവർ ദൈവത്തെ പോലെ ആരാധിക്കുന്നത്. ആൻഡ് നമ്മൾ ഈ ക്ലാനിനെ പറ്റി ചിന്തിച്ച് നോക്കിയാൽ ഇതുപോലത്തെ ക്ലാനൊക്കെ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നു. കാരണം തീനെ ആരാധിക്കുന്ന പല ക്ഷേത്രങ്ങളും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. സോ ഇതിൻ്റെ ലിറിക്സൊക്കെ ഒന്നും കാണാതെ എഴുതി വെച്ചേക്കുന്നതല്ല. ആൻഡ് ഈ പടത്തിനെ പറ്റി പല റൂമേഴ്സും വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ പടം പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തിട്ട് വരാൻ പോകുന്നു. അതായത് കാറ്റ്, തീ, ജലം, ഭൂമി, അങ്ങനെ. സോ സെക്കൻഡ് സിംഗിൾ വന്നാലാണ് അത് നമുക്കൊന്ന് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഈ പടത്തിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ പടത്തിൻ്റെ മേക്കിങ്. സോ അപാര മേക്കിംഗ് ആണ് ശിവയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ലിറിക്സ് സോങ്ങിൽ എടുത്തു വെച്ചിരിക്കുന്ന പല സീൻസും ഫ്രെയിം ടു ഫ്രെയിം നൈസാണ്. ആൻഡ് അത് ബിഗ് സ്ക്രീനിലേക്ക് വരാൻ നേരത്തെ പൊന്നോ തീർ ഇമ്പാക്റ്റ് ആയി. ഇനിയിപ്പോൾ പല ലിറിക്സും, അതായത് ഈ പാട്ടിൻ്റെ പല ലിറിക്സ് എടുത്ത് നോക്കിയാൽ ഇതുപോലെ പല കാര്യങ്ങളും ഡീകോഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒത്തിരി ഡീകോഡ് ചെയ്താലും ഷോക്കാണ്. സോ സ്പോയിലർ അടിക്കും. സോ നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം.